നമ്മൾ ഇന്നലെ കെമിസ്ട്രി ക്ലാസ്സസ് അവസാനിച്ചു. ഇന്ന് നമ്മൾ എടുക്കാൻ പോണ ജോഗ്രഫിയുടെയാണ്. ജോഗ്രഫിയുടെ നമ്മൾ 4th ചാപ്റ്റർ പകുതി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാൻഡ് ഫോംസിനെ പറ്റിയിട്ട് 4th ചാപ്റ്റർ ലാൻഡ് ഫോംസിനെ പറ്റിയിട്ട് നമ്മൾ പകുതി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ദ ഹാൻഡ്സ് ഓഫ് ദ നേച്ചർ എന്ന് പറഞ്ഞത് അത് നമ്മൾ പേജ് നമ്പർ 53 വരെ എടുത്തിട്ടുണ്ടായിരുന്നു. പേജ് നമ്പർ 53, അതായത് ഓക്സ്ബോ തടാകങ്ങളും മിയാൻഡേഴ്സ് തടാകങ്ങളും മിഡിൽ കോഴ്സിൽ വരുന്നത്. 3 കോഴ്സുകളുണ്ട്. ഒന്ന് അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ്, ലോവർ കോഴ്സ്. അപ്പോൾ മിഡിൽ കോഴ്സിലുള്ള മിയാൻഡേഴ്സും ഓക്സ്ബോ തടാകങ്ങളുടെ പറ്റിയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ടത് പേജ് 54 വെച്ചിട്ടാണ് എടുക്കേണ്ടത്. അതായത് ഫ്ലഡ് പ്ലെയിൻസിന്റെ പറ്റിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ ഈസ് ദ ഫോർമേഷൻ ഓഫ് ഫ്ലഡ് പ്ലെയിൻസ്, എങ്ങനെയാണ് ഫ്ലഡ് പ്ലെയിനുകൾ ഉണ്ടാവുന്നത്, അതായത് വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന ലാൻഡ് ഫോംസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു റണ്ണിങ് വാട്ടർ ഓരോ ലാൻഡ് ഫോംസ് ഉണ്ടാക്കും. പല ഏജന്റുമാരുണ്ട് ലാൻഡ് ഫോംസ് ഉണ്ടാക്കുന്നത്. വിൻഡ് ഉണ്ട്, ഗ്ലേസിയേഴ്സ് ഉണ്ട്, റണ്ണിങ് വാട്ടേഴ്സ് ഉണ്ട്, പിന്നെ സീ വേവ്സ് ഉണ്ട്. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഏജന്റുകളാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോം ഉണ്ടാക്കുന്ന ഏജന്റുകളാണ് എന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് എടുക്കണ ഗ്ലേസിയേഴ്സിന്റെ മുകളിൽ നമ്മൾ ആ പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ്, ലോവർ കോഴ്സ് പഠിച്ചത്. അതിൽ നമ്മൾ ഇനി ഇപ്പോൾ എടുക്കാൻ പോണത് ലോവർ കോഴ്സിൽ ഉണ്ടാവുന്ന ലാൻഡ് ഫോംസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ ഇവിടെ ആരാണ് ലാൻഡ് ഫോംസ് ഉണ്ടാക്കുന്നത്? റണ്ണിങ് വാട്ടർ ആണ് ലാൻഡ് ഫോംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഏജന്റ് ആരാണ്? റണ്ണിങ് വാട്ടർ ആണ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹൗ ഈസ് ദ ഫോർമേഷൻ ഓഫ് ഫ്ലഡ് പ്ലെയിൻസ്, ഫ്ലഡ് പ്ലെയിൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പഠിക്കാൻ പോണത്. The rivers overflowing their banks during the rainy season. റെയിനി സീസണിൽ മഴക്കാലത്തിൽ റിവേഴ്സ് എന്തുണ്ടാവുക? ഓവർഫ്ലോ ചെയ്യും. പുഴകളൊക്കെ എന്തുണ്ടാവുക? കര കവിഞ്ഞ് ഒഴുകുക എന്ന് പറയും. അപ്പൊ എന്തുണ്ടാവുക? മോളിൽ കൂടെ ഒഴുകിപ്പോകും. അപ്പൊ മോളിൽ കൂടെ ഒഴുകി പോകുമ്പോൾ റിവർ ബാങ്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവറിന്റെ 2 അറ്റത്തിനാണ് റിവർ ബാങ്ക്സ് എന്ന് പറയുന്നത്. പുഴ ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ഈ അറ്റത്തിനാണ് ബാങ്ക് എന്ന് പറയുന്നത്. ആ ബാങ്കിനെയും ഓവർ ചെയ്തിട്ടാണ് അവർ ഒഴുകുക. കര കവിഞ്ഞ് ഒഴുകുക എന്ന് പറയുന്നത് 2 സൈഡിലത്തെ ഏരിയകളും കൂടി അവർ കവർ ചെയ്തിട്ട് ഒഴുകി പോകും. അങ്ങനെ മഴവെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അതിൻ്റെ കൂടെ എന്തോ ഒഴുകി വരും? കുറേ സെഡിമെന്റ്സ് ഒഴുകി വരും. സെഡിമെന്റ്സ് എന്ന് പറയുന്നത് കല്ല്, മണ്ണ് ഒക്കെ ഒഴുകി വരും. അതിൻ്റെ കൂടെ ചരല്, പിന്നെ നമ്മൾ പറഞ്ഞ ഇലകള്, അങ്ങനെ കുറേ സാധനങ്ങൾ ഒഴുകി വരും. അപ്പൊ ഈ ഫ്ലഡ് പ്ലെയിൻസ് നല്ല മഴ പെയ്യുന്ന സമയത്ത് കര കവിഞ്ഞ് ഒഴുകുമ്പോൾ അതിൻ്റെ ഒപ്പം ഒഴുകി വരുന്നത് എന്തുട്ടാണ്? സെഡിമെന്റ്സ് ആണ് ഒഴുകി വരിക. ആ സെഡിമെന്റ്സ് ഒഴുകി വരുമ്പോൾ ഈ 2 സൈഡിലേക്കും അതും പടർന്ന് ഈ വെള്ളത്തിന്റെ ഒപ്പം ഈ സെഡിമെന്റ്സും കൂടി അലിഞ്ഞു കൂടും. ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ദ റിവർ ഓവർഫ്ലോയിങ് ദർ ബാങ്ക്സ് ഡ്യൂറിങ് റെയിനി സീസൺ. റെയിനി സീസണിന്റെ സമയത്ത്, മഴക്കാലത്തെ സമയത്ത് റിവേഴ്സ് ഒക്കെ ഓവർഫ്ലോ ചെയ്യും. The deposition flood water may over extensive areas on both sides. റിവറിന്റെ 2 സൈഡിലും എക്സ്റ്റെൻസീവ് ഏരിയാസ് കവർ ചെയ്യും. അതായത് കുറെ ഏരിയകൾ ഇവർ കവർ ചെയ്തിട്ട് വെള്ളം അതിന്റെ മുകളിൽ കൂടെ ഒഴുകി പോകും. അങ്ങനെ ഒഴുകി പോകുമ്പോൾ ദ ഡെപ്പോസിഷൻ ഓഫ് അലൂവിയം അലോങ് ബോത്ത് ദ ഫ്ലഡഡ് ബാങ്ക്സ് മേ കോസ് ദ ഫോർമേഷൻ ഓഫ് പ്ലെയിൻ. ഇനി ഈ മഴക്കാലം കഴിഞ്ഞിട്ട് വെള്ളം ഇറങ്ങിയിട്ട് തിരിച്ചെവിടേക്ക് എത്തും? അവരുടെ ഏരിയയിലേക്ക് തന്നെ അവരെത്തും. അതായത് ആ റിവറിലേക്ക് എത്തും. വെള്ളം താഴേക്ക് വരുമ്പോൾ എവിടേക്ക് എത്തും? റിവറിലേക്ക് എത്തും. അതായത് വെള്ളം കവിഞ്ഞ് ഒഴുകിയതൊക്കെ താഴേക്ക് ഒതുങ്ങി ഇറങ്ങുമ്പോൾ, ഈ വെള്ളം ഒതുങ്ങി ഇറങ്ങുമ്പോൾ അവർ അവിടെ ബാലൻസ് വെക്കും? കുറേ മണ്ണുകൾ, ആ സെഡിമെന്റ്സ് ഒക്കെ അവിടെ ബാലൻസ് വെക്കും. അതിനാണ് നമ്മൾ അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയയിൽ കൂടുതലും എന്തുണ്ടാവും? അലൂവിയൽ സോയിലുകൾ വന്നു കൂടിയിട്ട് അവിടെ എന്തുണ്ടാവുക? ഈ കുണ്ടും കുഴിയുള്ള സ്ഥലങ്ങളൊക്കെ എന്തുണ്ടാവും? പ്ലെയിൻസ് ആയി പോകും, നിരപ്പായി പോകും. കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ഈ 2 സൈഡിലും വെള്ളം ഓവർഫ്ലോ ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ആ ഭൂമിയിലൊക്കെ ചില കുണ്ടുകളും കുഴികളും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടാകും. ആ താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ സെഡിമെന്റ്സ് വന്ന് ഒഴുകി അലിഞ്ഞു കൂടും. എന്നിട്ട് വെള്ളം ഇറങ്ങുമ്പോൾ ഈ പുഴയിലേക്ക് വെള്ളം ഇറങ്ങും, പക്ഷെ സെഡിമെന്റ്സ് അവിടെ തന്നെ കിടക്കും. അങ്ങനെ അതെന്തായി പോകും? പ്ലെയിൻസ് ആയി പോകും. അപ്പൊ അവിടെ എന്ത് കിടക്കുന്നുണ്ടാവും? അലൂവിയൽ സോയിൽ. ആ മണ്ണിനെയാണ് നമ്മൾ പറയാ അലൂവിയൽ സോയിൽ എന്നാണ് പറയാ. അപ്പൊ ആ 2 സൈഡിലും അലൂവിയൽ സോയിൽ വന്ന് കെട്ടിക്കിടക്കും. അങ്ങനെയാണ് നമുക്ക് ഫ്ലഡ് പ്ലെയിൻസ് കിട്ടുക. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ടാകുക? അവിടെ ഏറ്റവും നല്ല കൃഷി, പിന്നെ
ഇവിടെ എഴുതിയേക്കുന്നത് ബോത്ത് ദ ഫ്ലഡ് ബാങ്ക്സ് മേ കോസസ് ദ ഫോർമേഷൻ ഓഫ് പ്ലെയിൻ സച്ച് പ്ലെയിൻസ് ആർ കോൾഡ് ഫ്ലഡ് പ്ലെയിൻസ്. ഇങ്ങനത്തെ പ്ലെയിനുകളെയാണ് നമ്മൾ ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ടാവുന്നത്? ഇനി നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് കുറേ സിവിലൈസേഷൻ ഒക്കെ ഉണ്ടാവുന്നത് റിവർ ബാങ്കിലാണ്. അതായത് ഇൻഡസ് സിവിലൈസേഷൻ, ഈജിപ്ത് സിവിലൈസേഷൻ ഒക്കെ ഉണ്ടായത് എവിടെയാണ്? റിവർ ബാങ്കിലാണ്, റിവർ സൈഡിലാണ് ഉണ്ടാവുന്നത്. കാരണം അവിടുത്തെ മണ്ണ് കൃഷിക്ക് വേണ്ടി ഏറ്റവും നല്ലതാണ്. അപ്പൊ കൃഷി ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുന്നത് ഈ അലൂവിയൽ സോയിൽ ഉള്ളിടത്താണ് കൃഷി ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഹൗ ഈസ് ദ ഫോർമേഷൻ ഓഫ് ഫ്ലഡ് പ്ലെയിൻസ് എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുമ്പോൾ എഴുതേണ്ടത് ദ റിവർ ഓവർഫ്ലോയിങ് ദർ ബാങ്ക്സ് ഡ്യൂറിങ് റെയിനി സീസൺ. അവിടെ വരെ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വിടുക. എന്നിട്ട് നെക്സ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ദ ഡെപ്പോസിഷൻ ഓഫ് അലൂവിയൽ അലോങ് ബോത്ത് ദ ഫ്ലഡഡ് ബാങ്ക്സ് മേ കോസസ് ദ ഫോർമേഷൻ ഓഫ് പ്ലെയിൻസ് സച്ച് പ്ലെയിൻസ് ആർ കോൾഡ് ഫ്ലഡ് പ്ലെയിൻസ്. അവിടെ വരെ മാർക്ക് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഫ്ലഡ് പ്ലെയിൻസ് ആർ വെരി സിഗ്നിഫിക്കൻറ്റ് ആസ് ദേ ആർ സൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ഫ്ലഡ് പ്ലെയിൻസ് ഏറ്റവും നല്ലതാണ് കൃഷിക്ക് വേണ്ടിയിട്ട്. അതും കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൗ ഈസ് ദ ഫോർമേഷൻ ഓഫ് ഫ്ലഡ് പ്ലെയിൻസ് എന്നുള്ള ആൻസർ കംപ്ലീറ്റ് ആകും. ഇനി നമ്മൾ എടുക്കാൻ പോണത് പേജ് നമ്പർ 55 എന്താണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഹൗ ഈസ് ദ ഫോർമേഷൻ ഓഫ് ഡെൽറ്റ, എങ്ങനെയാണ് ഡെൽറ്റ ഉണ്ടാകണത്, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ദ വെലോസിറ്റി ഓഫ് റിവർ ഡിക്രീസസ് വെൻ ഇറ്റ് റീച്ചസ് നിയർ ദ റിവർ മൗത്ത്. റിവർ എവിടെയാണ് റിവർ മൗത്ത് വരുന്നത്? പുഴയും കടലും വന്ന് ചേരുന്ന സ്ഥലമാണ് റിവർ മൗത്ത് എന്ന് പറയുന്നത്. അതായത് മുകളിൽ നിന്ന് വന്ന് താഴേക്ക് അപ്പർ കോഴ്സിൽ നിന്ന് മിഡിൽ കോഴ്സിലേക്ക് എത്തുക, മിഡിൽ കോഴ്സിൽ നിന്ന് ലോവർ കോഴ്സിലേക്ക് എത്തിയിട്ട് റിവർ വന്ന് ചേരുന്ന സ്ഥലമാണ്, സീയും റിവറും വന്ന് കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് റിവർ മൗത്ത് എന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് റിവർ മൗത്ത്. അവിടെ വരുമ്പോൾ എന്തുണ്ടാവുക? ഒഴുക്ക് കുറയും, വെള്ളത്തിന്റെ ഒഴുക്ക് കുറയും, വെലോസിറ്റി ഡിക്രീസ് ആകും. ദ വെലോസിറ്റി ഓഫ് റിവർ ഡിക്രീസസ് വെൻ ഇറ്റ് റീച്ചസ് നിയർ ദ റിവർ മൗത്ത്. മോസ്റ്റ് റിവർ ബ്രാഞ്ചസ് ഔട്ട് ടു ദ ഡിസ്ട്രിബ്യൂട്ട് അറ്റ് ദി സ്റ്റേജസ്. ഈ സ്റ്റേജിൽ എത്തുമ്പോൾ കുറെ വെള്ളങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ആവും. ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലായിട്ട് രണ്ട് സ്ഥലത്തേക്കായിട്ട് വേറെ തിരിഞ്ഞു പോകും. അതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. രണ്ട് സ്ഥലത്തേക്ക് വഴിമാറി പോണേനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയും. കാരണം അവിടെ ഒഴുക്ക് കുറഞ്ഞപ്പോൾ എന്താ വരിക? അവിടെ സെഡിമെന്റ് വന്ന് അലിഞ്ഞു കൂടും. മുകളിൽ നിന്ന് വന്ന സെഡിമെന്റ്സ് ഒക്കെ എന്തുണ്ടാവും? ഡെപ്പോസിറ്റ് ആകും. ഡെപ്പോസിറ്റ് ആകുമ്പോൾ അവിടെ ഒരു ഭൂമിയായി മാറും. എന്നിട്ട് ഭൂമിയായി മാറിയിട്ട് അത് രണ്ട് ഭാഗത്തേക്ക് രണ്ട് സൈഡിലേക്ക് തിരിഞ്ഞു പോകും. അതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അറ്റ് ദിസ് സ്റ്റേജ് വെയർ ദ വോളിയം ഓഫ് ബോത്ത് വാട്ടർ ആൻഡ് സെഡിമെന്റ്, ആ സമയത്ത് സെഡിമെന്റ് വന്ന് അവിടെ അലിഞ്ഞ് ഹൈ ആയിരിക്കും. സെഡിമെന്റ് വന്ന് അലിയും, അപ്പോൾ അവിടെ വന്ന് തടഞ്ഞു നിൽക്കും. അപ്പൊ വെള്ളം വന്ന് തടഞ്ഞു നിൽക്കുമ്പോൾ അത് രണ്ട് സൈഡിലേക്ക് അത് മാറി പോകും. അപ്പൊ അവിടെ എന്തുണ്ടാവുക? വോളിയം ഓഫ് ബോത്ത് വാട്ടർ ആൻഡ് സെഡിമെന്റ് ഈസ് ഹൈ. വോളിയം കൂടും, കാരണം വെള്ളത്തിന്റെ അളവ് അവിടെ വന്ന് കൂടും. അതായത് സെഡിമെന്റ് വന്ന് തടഞ്ഞു നിൽക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് അവിടെ വന്ന് കൂടും. വെള്ളത്തിന്റെ അളവ് അങ്ങനെ കൂടുമ്പോൾ അവര് കിട്ടുന്ന ഒഴുക്കുള്ള ഭാഗത്തേക്ക് പോകും. അപ്പൊ അവര് രണ്ട് സൈഡിലേക്കും ഒഴുകി പോകും. The sediment brought by the river are deposited between distributes forming a long triangular shape. Landforms are called delta. അങ്ങനെ അവരൊരു ട്രയാങ്കുലർ ഷേപ്പിലേക്ക് ആയിപ്പോകും. അതിനാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് ഡെൽറ്റ എന്ന്? നടുക്ക് വന്ന് സെഡിമെന്റ്സ് വന്ന് അലിഞ്ഞു കൂടുമ്പോൾ അവിടെ വോളിയം ഓഫ് വാട്ടർ കൂടും, വാട്ടറിന്റെ എമൗണ്ട് കൂടുമ്പോൾ അവർ രണ്ട് ദിശയിലേക്ക് ഒഴുകിപ്പോകും. അതായത് ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ഒഴുകിപ്പോകും. രണ്ട് ഭാഗത്തേക്ക് ഒഴുകിപ്പോയിട്ട് വലിയൊരു ഏരിയ കവർ ചെയ്തിട്ട് പിന്നെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ രണ്ട് പുഴകളും വന്നിട്ട് കൂട്ടിമുട്ടും. അപ്പൊ എന്താവും? അതൊരു ട്രയാങ്കിൾ ഷേപ്പിലാകും. ആ ട്രയാങ്കിൾ ഷേപ്പിനാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അർത്ഥം മനസ്സിലായില്ലേ? വലിയൊരു ഏരിയ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് വലിയൊരു ഏരിയ കവർ ചെയ്തിട്ട് പിന്നെയും വന്ന് കൂട്ടിമുട്ടും. അതായത് എൻ്റെ കൈ കാണിക്കുന്ന വശമല്ല പറയണത്, അത്രയും വലിയ ഏരിയ കവർ ചെയ്തിട്ട് രണ്ട് വശത്തേക്ക് പോകും. രണ്ട് വശത്തേക്ക് പോയിട്ട് വലിയൊരു ഭൂമി കവർ ചെയ്തിട്ട് പിന്നെ ഒരു സ്ഥലം വന്നിട്ട് ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടും. അപ്പൊ ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഇവർ വരും. ആ ട്രയാങ്കിൾ ഷേപ്പിനാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. കാരണം ഗ്രീക്ക് ആൽഫാബറ്റിൽ ട്രയാങ്കിളിനെ ഡെൽറ്റ എന്നാണ് പറയാ. അതുകൊണ്ടാണ് ഇതിനെ ഡെൽറ്റ എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ ഹൗ ഈസ് ഡെൽറ്റ ഫോംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതേണ്ടത് ദ വെലോസിറ്റി ഓഫ് റിവർ ഡിക്രീസസ് വെൻ ഇറ്റ് റീച്ചസ് നിയർ ദ റിവർ മൗത്ത് തൊട്ട് ട്രയാങ്കുലർ ഷേപ്ഡ് ലാൻഡ് ഫോംസ് കോൾഡ് ഡെൽറ്റ. അവിടം വരെ നിങ്ങൾ എഴുതിയാൽ മതി.
ലോകത്തെ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ലോകത്തിൽ വെച്ചിട്ട് അത് നിങ്ങൾക്ക് ബോക്സിൽ തന്നിട്ടുണ്ട്, അത് പഠിച്ചോളൂ. അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതായത് ലോകത്തെ ഏറ്റവും വലിയ ഡെൽറ്റ എവിടെയാണ്? ലോകത്തെ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ ആണ് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് പറയുന്നത്. ഇത് 2 റിവർ വന്നിട്ട് ഡെപ്പോസിറ്റ്, 2 റിവറും കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ആവുന്നത്, അതായത് ഗംഗയും ബ്രഹ്മപുത്രയും സെഡിമെന്റ്സ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ആക്കിയതാണ് ഈ സുന്ദർബൻ എന്ന് പറയുന്നത്. അപ്പൊ അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരാനുള്ള സാധ്യത. അപ്പൊ അത് ആ 1 മാർക്കിന്റെ ഉള്ളത് നിങ്ങളവിടെ പഠിച്ചാൽ മതി, ഓർമ്മ വെച്ചാൽ മതി. വെസ്റ്റ് ബംഗാളിൽ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിന്റെ സുന്ദർബൻ ആണ്. അത് 2 റിവർ ഗംഗയും ബ്രഹ്മപുത്രയും കൂടി ഡെപ്പോ വന്ന് കൂട്ടിമുട്ടിയ സ്ഥലമാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അതായത് അവർ 2 പേരും വന്നിട്ട് മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്ത സ്ഥലമാണ് ഈ സുന്ദർബൻ എന്ന് പറയുന്നത്. അത്രമാത്രം അവിടെ പഠിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് വൈ ഈസ് വാട്ടർ കോൾഡ് എ സോളവെന്റ്, യൂണിവേഴ്സൽ സോളവെന്റ്. ഇത് നമുക്കൊക്കെ അറിയുന്നതാണ്. എന്തുകൊണ്ടാണ് വെള്ളത്തെ യൂണിവേഴ്സൽ സോളവെന്റ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? കാരണം വെള്ളത്തിൽ നമുക്ക് എന്തിട്ടാലും നമുക്കത് അലിയിക്കാൻ പറ്റും. പെട്ടെന്ന് അലിയിച്ചിട്ട് ഉപ്പിട്ടാലും പഞ്ചസാര ഇട്ടാലും മുളകിട്ടാലും എന്തിട്ടിട്ട് വേണമെങ്കിലും നമുക്ക് വെള്ളത്തിൽ അലിയിക്കാൻ പറ്റും. അപ്പൊ 2 വസ്തുക്കൾ വെള്ളം പിന്നെ ഒരു ഹാർഡായിട്ട് സാധനം, അതായത് ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ കുറച്ച് മണ്ണ് തന്നെ കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ എന്തുണ്ടാവുക? കലങ്ങും. അതെന്ത് കലങ്ങിയിട്ട് എന്ത് കിട്ടും? നമുക്ക് സൊല്യൂഷൻ കിട്ടും. വെള്ളം വേറെ ഒരു വസ്തു കൂടി കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സൊല്യൂഷൻ കിട്ടും. ഇത് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. വാട്ടർ ഈസ് ദ യൂണിവേഴ്സൽ സോളവെന്റ് എന്ന് പറഞ്ഞതുള്ളത്. ഇനി ഇവിടെ മോസ്റ്റ് ഓഫ് ദ മിനറൽ പ്രസന്റ് ഇൻ ദ റോക്ക് ഗെറ്റ് ഡിസോൾവ്ഡ് ആസ് വാട്ടർ പാസസ് ത്രൂ. Most of the minerals present in the rocks get dissolved as water pass through them. അതായത് മിക്ക റോക്കിലുമുള്ള മിനറൽസ് ഒക്കെ വെള്ളത്തിൽ ഡിസോൾവ് ആവും. വെള്ളം അതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ആ റോക്കിലുള്ള മിനറൽസ് ഒക്കെ എന്തുണ്ടാവും? വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ട് അതെന്ത് കിട്ടും? ഒരു സൊല്യൂഷൻ ആയി കിട്ടും. അപ്പൊ എന്താണ് സൊല്യൂഷന്റെ ഇവിടെ പറഞ്ഞേക്കുന്നത്? റോക്കിലുള്ള മിനറൽസ് മുഴുവനും വെള്ളത്തിൽ കലങ്ങിയിട്ട് ആ വെള്ളം എന്തായി പോകും? ഒരു സൊല്യൂഷൻ ആയി പോകും. അത്ര ജസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ ആണ്, അത്ര വലിയ പഠിക്കാനൊന്നുമില്ല, അറിയാൻ വേണ്ടി മാത്രം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജ് എടുക്കാം. നെക്സ്റ്റ് പേജിൽ 56 ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ അണ്ടർഗ്രൗണ്ട് വാട്ടർ. അണ്ടർഗ്രൗണ്ട് വാട്ടർ മുഖേന ഭൂമികൾ ഉണ്ടായതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു സൊല്യൂഷൻ ആയത്. എങ്ങനെയാണ് വെള്ളത്തിൽ മിനറൽസ് കലങ്ങുന്നുണ്ട്, ആ മിനറൽസ് ആണ് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ആകുമ്പോൾ അവിടെ എന്തുണ്ടാവണം? പുതിയൊരു ലാൻഡ് ഫോംസ് ഉണ്ടാകണം. അത് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ആ ഫസ്റ്റ് 2 ലൈൻസ് പറഞ്ഞേക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് കാസ്റ്റ് ടോപ്പോഗ്രാഫി എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരിക. വാട്ട് ഈസ് കോൾഡ് കാസ്റ്റ് ടോപ്പോഗ്രാഫി? എന്താണ് കാസ്റ്റ് ടോപ്പോഗ്രാഫി? എല്ലാ കല്ലുകളും വെള്ളത്തിൽ പെട്ടെന്ന് അലിയില്ല. പിന്നെ ഏത് കല്ലാണ് പെട്ടെന്ന് വെള്ളത്തിൽ അലിയുക? ലൈംസ്റ്റോൺ എന്ന് പറയുന്നത്. ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് ചുണ്ണാമ്പ് കല്ലുകൾ. അതായത് മല എന്ന് പറയുന്നത് ചുണ്ണാമ്പ് മലകളുണ്ട്. അത് കൂടുതൽ യുഗോസ്ലാവിയയിലൊക്കെയാണ് നമുക്ക് കൂടുതലും കാണപ്പെടുക. അവിടെയൊക്കെ ചുണ്ണാമ്പിന്റെ വലിയ മലകളുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ വന്നിട്ട് വെള്ളം കെട്ടി നിന്ന് എന്തുണ്ടാവുക? അത് പെട്ടെന്ന് അലിഞ്ഞുകൂടി വെള്ളത്തിനോട് കൂടി അലിഞ്ഞു കൂടിയിട്ട് അത് അടിയിലേക്ക് പോകും. അപ്പൊ അവിടെ എന്തുണ്ടാവും? ഇറോഷനും ഉണ്ടാവും. ഈ കാസ്റ്റ് ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത് ഇറോഷനും ഡെപ്പോസിഷനും മുഖേന ഉണ്ടാവുന്നതാണ് കാസ്റ്റ് ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത്. ഇറോഷനും ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അത് ഡെപ്പോസിറ്റും ആകും. അങ്ങനെ ഉണ്ടാവുന്നതാണ് കാസ്റ്റ് ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത്. Rocks like limestone easily dissolve in rainwater which percolates to form underground water. അതായത് റോക്സ് ലൈക്ക് ലൈംസ്റ്റോൺ മാതിരിയുള്ള കല്ലുകൾ പെട്ടെന്ന് വെള്ളത്തിൽ എന്തുണ്ടാവും? അലിഞ്ഞു കൂടും, ഡിസോൾവ് ആവും. അത് കഴിഞ്ഞിട്ട് പെർക്കുലേറ്റ്സ് ടു ഫോം അണ്ടർഗ്രൗണ്ട് വാട്ടർ. പെർക്കുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ കനിഞ്ഞ് ഭൂമിയുടെ അടിയിലേക്ക് പോകും, ഊർന്ന് ഭൂമിയുടെ അടിയിലേക്ക് പോകും വെള്ളത്തിന്റെ ഒപ്പം. Hence the erosion and depositional landforms of underground water are mainly conformed to limestone region. limestone regionത്തിൽ പെട്ടെന്ന് ഈ ലൈം അലിഞ്ഞു കൂടിയിട്ട് ഭൂമിയുടെ അടിയിലേക്ക് പോകും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇറോഷൻ സംഭവിക്കുന്നു. ഭൂമിയുടെ അടിയിലേക്ക് ഇത് ചെന്നിട്ട് വാട്ടർ ലെവലിന്റെ അവിടെ ചെന്ന് നിൽക്കും.
നിന്നിട്ട് പിന്നെ കുറെ കഴിയുമ്പോൾ ഈ വാട്ടർ ലെവൽ എന്താ ഉണ്ടാവുക, കുറയും. വാട്ടർ ലെവൽ കുറയുമ്പോൾ വെള്ളം അവിടെ നിന്ന് പോകും, പക്ഷെ അവിടെ എന്തുണ്ടാവും, ഡെപ്പോസിഷൻ ഉണ്ടാവും. അവിടെ വന്ന് ആ ലൈം സ്റ്റോൺ അവിടെ വന്ന് അലിഞ്ഞു കൂടും. അങ്ങനെയാണ് കാസ്റ്റ് ലാൻഡ് ഫോംസ് ഉണ്ടാവുന്നത്, അതായത് കാസ്റ്റ് ടോപ്പോഗ്രാഫി ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അതായത് ഈ ലൈം സ്റ്റോണുകൾ വെള്ളത്തിന്റെ ഒപ്പം അലിഞ്ഞു കൂടിയിട്ട് എങ്ങനെയാണ് ലൈം സ്റ്റോൺ മലകൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ലൈം സ്റ്റോൺ ഭൂമികൾ ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ വെള്ളം, മഴവെള്ളം അല്ലെങ്കിൽ വെള്ളം പുഴയിൽ നിന്ന് ഒഴുകി വരുന്നത് അതിൻ്റെ കൂടെ എന്ത് വരും, ലൈം സ്റ്റോണും കൂടി അലിഞ്ഞു കൂടി വരും. അത് കഴിഞ്ഞിട്ട് അത് ഭൂമിയുടെ ഉള്ളിലേക്ക് കനിഞ്ഞു പോകും. ഈ വെള്ളത്തിൻ്റെ ഒപ്പം ഈ ലൈം സ്റ്റോണും കനിഞ്ഞു പോകും, അതായത് പെർക്കുലേറ്റ്സ് ആകും, ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോയിട്ട് അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ അവിടെ വന്ന് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്തുണ്ടാവുക, അതിൻ്റെ ലെവൽ കുറയും. അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ കുറേ കഴിയുമ്പോൾ പിന്നെയും വെള്ളം താഴേക്ക് പോകുമല്ലോ. അങ്ങനെ വെള്ളം താഴേക്ക് അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ഒഴുകി പോകുമ്പോൾ ഈ ലൈം സ്റ്റോൺ അവിടെ എന്തുണ്ടാവുക, അലിഞ്ഞു കൂടും. അപ്പോൾ അവിടെ എന്തുണ്ടാവുക, ലൈം പർവ്വതങ്ങൾ ഉണ്ടാവും. ലൈം സ്റ്റോൺ പർവ്വതങ്ങൾ ഉണ്ടാകും ഭൂമിയുടെ അടിയിലേക്ക്. ക്ലിയർ ആയില്ലേ? അതിനാണ് കാസ്റ്റ് ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത്. ഇനി ഈ കാസ്റ്റ് ടോപ്പോഗ്രാഫിയും പിന്നെ ഇന്ന് നമുക്ക് കാസ്റ്റ് ടോപ്പോഗ്രാഫി വരെ പഠിക്കാം. അടുത്ത ദിവസം നമുക്ക് വേറെ ടോപ്പിക് എടുക്കാം. ബൈ, ഹാവ് എ നൈസ് ഡേ.